ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു Minnuztastykitchen. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ചെറുപയർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മുടെ ചെറിയ ചെറിയ ചേരുവകൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒപ്പം തന്നെ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് ചെറുപയറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ചെറുപയർ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ചെറുപയറും നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറുപയറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് അരയാനുള്ള എളുപ്പത്തിന് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ്. ഇപ്പം ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളകുണ്ട് എന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുത്താലും മതിയാവും. ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേണ്ടത് നമ്മുടെ പെരിഞ്ജീരകമാണ്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതും ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയൊന്നും വേണ്ട. നന്നായിട്ട് നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് പിടിക്കാൻ പറ്റുന്ന ചെറിയൊരു തരിതരിപ്പുള്ള രീതിയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് അരച്ചെടുത്താലും മതിയാവും, ഒരു 2-3 തവണയായിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറക്കി നല്ലതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീരെ അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞൊന്നും പോയിട്ടില്ല. എന്നാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പൊടിക്ക് പരിപ്പാണെങ്കിലും ഒരുപാട് അങ്ങ് അരച്ചൊന്നും കൊടുക്കില്ലല്ലോ, നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുകയല്ലേ ഉള്ളൂ. അതേപോലെ വേണം ഇത് എടുക്കാനായിട്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പയറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ എടുത്ത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സാക്കി നോക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ അടുത്തേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാകും നമ്മുടെ ഗരം മസാലയുടെയും കൂടി. ഇതിനകത്തേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇനി കൈവച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം വേറെ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. നിങ്ങൾ കുഴച്ച് നോക്കുമ്പോൾ ഒട്ടും തന്നെ കയ്യിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, കുഴച്ചെടുക്കാവുന്ന ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കിവിടെ വേറെ അരിപ്പൊടിയൊന്നും വേണ്ടി വന്നില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടി. നമ്മൾ അരയ്ക്കുമ്പോൾ അരപ്പ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോയാലാണ് അരിപ്പൊടി കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരുള്ളൂ. ഇല്ലെങ്കിൽ ഇത്രയും തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി തന്നെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് പരത്തിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു രീതിക്ക് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇതേപോലെ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കനത്തിലായി പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ ആണെങ്കിലും വെന്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കനം കുറച്ച് നല്ലൊരു ഷേപ്പിൽ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ചെറുതായിട്ട് പരത്തി നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് പറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ പരത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശം റെഡിയാക്കി കഴിയുമ്പോൾ ഒട്ടും തന്നെ കരിയാതെ നല്ലതുപോലെ തന്നെ നമുക്കിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറൊന്ന് കുതിർത്തി എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുട്ടി കുട്ടി ചേരുവകൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി മറക്കാത്ത കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരെണ്ണമൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തതും നമ്മളിവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ വടയും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ, എന്നാൽ 2 വശം നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് ഉള്ളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ ചെറുപയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. നമുക്കിതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കുക. ബൈ.